ഏതൻസിലെ ഒളിമ്പിക്സ് കളിക്കളങ്ങളിൽ അമ്പെയ്ത്ത് മത്സരമുണ്ട്. ദൂരെയുള്ള ലക്ഷ്യത്തിലേക്ക് അമ്പെയ്ത് വിടുമ്പോൾ കൃത്യമായി ലക്ഷ്യത്തിൽ തറച്ചോ, ബുൾസൈ എന്നറിയപ്പെടുന്ന ആ ലക്ഷ്യത്തിൽ തറച്ചോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് അമ്പയർ നിൽപ്പുണ്ട്. ലക്ഷ്യം മാറിപ്പോയെങ്കിൽ അവൻ വിളിച്ചു പറയും ഹമാർത്തിയോ. അതിനർത്ഥം ലക്ഷ്യത്തിൽ കൊണ്ടില്ല. ഇതാ പാപം. ദൈവം നിന്നെക്കുറിച്ച് കണ്ടുവച്ച ലക്ഷ്യത്തിൽ നീ എത്തുന്നില്ലെങ്കിൽ അതിൻ്റെ പേരാ പാപം. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് നീ ചെല്ലാൻ ദൈവം ആഗ്രഹിക്കുന്നത്. നിനക്ക് നിന്നെക്കുറിച്ചുള്ള വിചാരങ്ങളെക്കാൾ ഉന്നതമാണ് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള വിചാരങ്ങൾ. നീ നിനക്ക് വേണ്ടി കണ്ടുവച്ച വഴികളെക്കാൾ ഉന്നതമാണ് ദൈവം നിനക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന വഴികൾ. നിന്റെ ജീവിത പാതയിൽ നിന്നെ തകർത്ത് കളയുവാൻ നിനക്ക് വിരോധമായി കൂട്ടം കൂടി ദുഷ്ടശക്തികൾ പോരാടുന്നുണ്ട്. പക്ഷേ ഇന്ന് രാത്രി അവൻ അവരെ ചതറിക്കുന്നു. ഇന്ന് രാത്രി അവരുടെ ആയുധങ്ങളെ നിഷ്ഫലമാക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. സർവശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട്. നിന്റെ വഴിയിൽ അപകടം വരുത്തുവാൻ, നിന്റെ വഴിയിൽ കെണികൾ ഒരുക്കുവാൻ, നിന്റെ വഴിയിൽ നിന്നെ തകർത്ത് കളയുവാൻ ഗൂഢാലോചന ചെയ്തുകൊണ്ട് നിനക്ക് വിരോധമായി പോരാടി നിൽക്കുന്ന ദുഷ്ടശക്തികൾ. പക്ഷേ ഒരു കാര്യം ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. കൈവിടാത്തവൻ കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പോരുകൾ വരട്ടെ, പോരാട്ടങ്ങൾ വരട്ടെ, ശത്രുക്കൾ നിന്റെ മുമ്പിൽ വീണു പോകും. വൈരികൾ നിന്റെ മുമ്പിൽ ലജ്ജിച്ചു പോകും. നിന്നോട് എതിർക്കുന്നവർ നിന്നെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ.